വിശദമായ വാർത്തകളിലേക്ക്. ബി.ജെ.പി. ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയിലെ മണ്ഡലം കമ്മിറ്റികളിലെ പൊട്ടിത്തെറിയിൽ ആർ.എസ്.എസ് നേതൃത്വം ഇടപെടുന്നു. കഴിഞ്ഞ ദിവസം ജില്ലാ ഭാരവാഹികളെ തീരുമാനിച്ചതോടുകൂടിയാണ് ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള മണ്ഡലം കമ്മിറ്റികളിൽ പൊട്ടിത്തെറിയുണ്ടായത്. കാലങ്ങളായി മണ്ഡലം ഭാരവാഹികളായിരുന്നവരെ പൂർണ്ണമായും വെട്ടിക്കൊണ്ടാണ് ഇത്തവണത്തെ ജില്ലാ ഭാരവാഹിത്വ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. കമ്മിറ്റികളിൽ വിഭാഗീയത വെച്ചു പൊറുപ്പിക്കില്ലെന്നും ശക്തമായ നടപടി ആർ.എസ്.എസ് സ്വീകരിക്കുമെന്നുമാണ് വിവരം. ബി.ജെ.പി. ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ 6 മണ്ഡലം കമ്മിറ്റികളാണ് ഉള്ളത്. ഉടുമ്പൻചോല, വണ്ടൻമേട്, കട്ടപ്പന, ഇടുക്കി, ഏലപ്പാറ, പീരിമേട് മണ്ഡലം കമ്മിറ്റികളാണ് ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നത്. ഈ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും 2 പേരെ മാത്രമാണ് ഇത്തവണ പുനഃസംഘടനയിൽ ഭാരവാഹികളായി ഉൾപ്പെടുത്തിയത്. ബാക്കിയുള്ളവരെയെല്ലാം വെട്ടിയതായാണ് മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും ഉയരുന്ന പരാതി. ബി.ജെ.പി. വണ്ടൻമേട് മണ്ഡലം പ്രസിഡന്റ് സജികുമാർ വട്ടപ്പാറയെയും ഏലപ്പാറ മണ്ഡലം സെക്രട്ടറി സന്തോഷ് കൃഷ്ണനെയും ജില്ലാ സെക്രട്ടറിമാരായി ഇത്തവണ തെരഞ്ഞെടുത്തിരുന്നു. എന്നാൽ കാലങ്ങളായി സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇടുക്കി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് മീനത്തേരി, പീരിമേട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അമ്പിയിൽ മുരുകൻ, കട്ടപ്പന മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി പ്രസാദ്, ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബിജു കോട്ടയിൽ തുടങ്ങിയവരെ പൂർണ്ണമായും അവഗണിച്ചു. സൗത്ത് സംഘടനാ ജില്ലയിൽ സ്ഥിരതാമസമല്ലാത്തയാളെ ജില്ലാ ജനറൽ സെക്രട്ടറി ആക്കിയതായും സൗത്ത് സംഘടനാ ജില്ലയിലില്ലാത്ത അറക്കുളം സ്വദേശിനിയായ ഒരു വനിതയെ സെക്രട്ടറി ആക്കിയതും സംഘടനാ നിലപാടുകൾക്ക് അതീതമായാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. ആർ.എസ്.എസ് മുന്നോട്ട് വെച്ച ലിസ്റ്റ് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ജില്ലാ സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിച്ചതെന്നും ആക്ഷേപമുണ്ട്. ഇതിനെ തുടർന്ന് സംസ്ഥാന പ്രസിഡന്റിനും മറ്റ് സംസ്ഥാന ഭാരവാഹികൾക്കും മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും പരാതികൾ പോയിട്ടുണ്ട്. ആർ.എസ്.എസ് നേതൃത്വത്തിനും വ്യാപക പരാതികൾ വന്നതോടുകൂടിയാണ് സംഘം ഇടപെടലിന് ഒരുങ്ങുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ആർ.എസ്.എസ് വിഷയത്തിൽ ചർച്ച നടത്തും. വിഭാഗീയത സംഘടനയിൽ വെച്ചു പുലർത്തുവാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ആർ.എസ്.എസ് സ്വീകരിക്കുക. ഇതേസമയം സംഘടനാ ഭാരവാഹി തെരഞ്ഞെടുപ്പ് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് നടപ്പാക്കിയതെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. 21 കമ്മിറ്റിയിൽ 7 സ്ത്രീകൾ, ന്യൂനപക്ഷത്തിൽ നിന്നും 4 പേർ, 30% പുതിയ ഭാരവാഹികൾ, മറ്റ് 9 പേർ എന്നിവർ ഉണ്ടാവണം. ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തതെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. അനീഷ് പി, ഇടുക്കി വിഷൻ ന്യൂസ്.